SNDP യോഗം 74 നമ്പർ ആശാൻ സ്മാരക കുടുംബ യൂണിറ്റിന്റെ 25ാമത് വാർഷിക പൊതുയോഗം TR തമ്പിയുടെ വസതിയിൽ വെച്ച് നടന്നു. ജോയിന്റ് കൺവീനർ സിന്ധു തിലകൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് KR ബിനീഷ് അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം കേന്ദ്ര സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും ഗുരുദേവ സന്ദേശവും നടത്തി. ശാഖാ സെക്രട്ടറി KP സന്തോഷ്, യൂണിറ്റ് രക്ഷാധികാരി PP പ്രസേനൻ, യൂണിറ്റ് കമ്മിറ്റി അംഗം TS പ്രസാദ്, MM കോർഡിനേറ്റർ ജിന്ദ സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കൺവീനർ സിന്ധു തിലകൻ, ജോയിന്റ് കൺവീനർ രേണുക തമ്പി, പ്രമോദ്, ധന്യ, വിഷ്ണു, രാജീവ് ഓടാശ്ശേരി, വെൽസ് KD എന്നിവരടങ്ങിയ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ധന്യ ശോഭിൻ നന്ദിയും പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, മനുഷ്യ പൈസ എൻ്റെ ഈ പൈസ നമ്മൾ എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് ഒരു പറമ്പ് മേടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണ ഒരവസരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ തരുമ്പോൾ അന്ന് ഞാൻ എൻ്റെ 1000 രൂപ മേടിക്കുന്ന ആ പരിപാടി അന്ന് അവസാനിപ്പിക്കും. അതിന് എടുക്കാൻ പൈസ ഇല്ല പിന്നെ, കാരണം നമ്മുടെ എല്ലാ പൈസകളും എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറമ്പ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പറമ്പ് വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ ബിഗ് സീറോ ഉണ്ട്. പിന്നെ ഉള്ളത് ചെറിയ 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 ആകെ ഈ ഓണഫണ്ട് ഉത്സവ ഫണ്ടിൻ്റെ പിരിവ് എഴുതുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ പിന്നെ ഇനി ഒരു പൈസയുടെ ഇടപാടോ അല്ലെങ്കിൽ എനിക്ക് അതിന് വേണ്ടി ഒരു സ്റ്റൈഫൻഡിൻ്റെ ആവശ്യമേ ഇല്ല, ഞാനത് വാങ്ങിയില്ല. പക്ഷെ അത് എനിക്ക് തോന്നണം ആ വാക്കുകൾ അച്ചീട്ടായിരുന്നു തോന്നുന്നു. കാരണം അത് ഉണ്ടാകില്ല, മേടിക്കില്ല എന്ന് പറഞ്ഞത് ആളില്ലാതെ ആകും എന്നുള്ളതിൻ്റെ സൂചന ആയിരുന്നു എന്ന് പിന്നീട് എനിക്ക് സംശയമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തിരുന്ന നമ്മളുടെ കൺവീനറാണ് ലില്ലി ചേച്ചി. ഇപ്പോൾ ഞാൻ ലില്ലി ചേച്ചിയുടെ പേര് വെച്ചിട്ട് തന്നെ ഇന്നീ പൊതുയോഗം നടക്കുന്നത് കൺവീനറിന്റെ പേര് ലില്ലി ചേച്ചി തന്നെയാണ്. അപ്പൊ അത് അത്രയും ബഹുമാനത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ആ ഒരു പദവി കൊടുത്ത് ലില്ലി ചേച്ചിനെ നമുക്ക് ഇതിലേക്ക് നിർത്തുന്നത്. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും, ഞാനിപ്പോ പറയുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതി മാത്രമല്ല മറ്റെല്ലാവർക്കും അത് ബാധകമാണ്. ഓരോ അംഗങ്ങൾക്കും ഇതേപോലെ നമ്മൾ ലോൺ കൊടുത്തപ്പോൾ ലില്ലി ചേച്ചിക്ക് എങ്ങനെയാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്, അതേപോലെ പുതിയ ഭരണസമിതിക്ക് തിരിച്ചു കൊടുക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന കാര്യങ്ങളിൽ നമ്മത് സമയമുള്ള ആളുകൾ തന്നെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ലില്ലി ചേച്ചി തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം തീർക്കാനായിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ലില്ലി ചേച്ചിയുടെ ആ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്ന ഒരിക്കൽ കൂടി ഞാൻ ഗുരുദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് മകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നടത്തിയ ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് മേൽവസ്ത്രം ധരിച്ചു കയറുന്നത് തെറ്റല്ല. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും പുരുഷന്മാർക്ക് മേൽവസ്ത്രം ധരിച്ച് കയറാം എന്നുള്ളൊരു ആഹ്വാനം നടത്തി. ഈ സമൂഹത്തിൽ നിന്ന് ജാതി കടന്നുപോയി എന്ന് പറയുമ്പോഴും ശ്രീനാരായണ ഗുരുദേവന്റെ ഇന്നത്തെ സന്യാസ്ത ശിഷ്യൻ പറഞ്ഞ ആ വാക്കുകൾ, ഒരു നേതാവ്, ഒരു മതനേതാവ് പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച് പുരുഷന്മാർക്ക് കയറാൻ പറയാൻ അയാൾക്ക് എന്ത് അവകാശം എന്നാണ് ചോദിച്ചത്. ആർക്ക്? സച്ചിദാനന്ദ സ്വാമികൾക്ക് എന്താണ് അവകാശം? ആ സച്ചിദാനന്ദ സ്വാമി എന്നുള്ള പദമല്ല അദ്ദേഹം ഉപയോഗിച്ചത്. അയാൾ ആരാണ് ഇത് പറയുവാൻ? പറഞ്ഞത് മറ്റാരുമല്ല, NSS എന്ന് പറയുന്ന നാഷണൽ നായർ സർവീസ് സൊസൈറ്റി, നായർ സർവീസ് സൊസൈറ്റിയുടെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ് അത് പറഞ്ഞത്. ഒരു മാധ്യമങ്ങളും അതിനെ ചോദ്യം ചെയ്തില്ല, ഒരു സാംസ്കാരിക നായകന്മാരും അതിനെ ചോദ്യം ചെയ്തില്ല. പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച് പുരുഷന്മാർക്ക് കയറാം എന്നാണ്. അതിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെ അനുകൂലിച്ച് സംസാരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയായി ആരോപണങ്ങൾ. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച് കയറാം എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ആളുകൾ അതിനെ കൂടുതൽ എതിർത്തു. എന്താണ്? ഭഗവാന്റെ അനുഗ്രഹം സ്ത്രീകൾക്ക് കിട്ടുന്നത് എവിടെയാണ്? മുഖത്താണെന്നാണ് പറയുന്നത്. പുരുഷന്മാർക്കോ? നെഞ്ചില്. അപ്പൊ ഞാനൊക്കെ
ആ അനുഗ്രഹം വേണ്ട എന്ന് തന്നെ കരുതിയാണ് ഞങ്ങളൊക്കെ ഷർട്ടിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. അതിനെനിക്കൊരു കാരണമുണ്ട്. ഇത്രയും വലിയ ലോകത്തെ നിയന്ത്രിക്കുന്ന ഭഗവാന് ഒരു ഷർട്ടിന്റെ ഉള്ളിലേക്ക് അനുഗ്രഹം നൽകാൻ കഴിയില്ലെങ്കിൽ ആ ദൈവത്തെ നമ്മൾ പൂജിക്കുന്നത്. നമ്മളുടെ ഈ ഒരു തുണി, വെറും ഒരു തുണിയുടെ അകത്തേക്ക് അനുഗ്രഹം കടത്തിവിടാൻ ശേഷിയില്ലാത്ത ദൈവങ്ങളെ എന്തിനാണ് നമ്മൾ പൂജിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ഭഗവാൻ എന്ത് ചെയ്യും, ഈ ഷർട്ടൊക്കെ തുളച്ചകത്തേക്ക് എനിക്ക് അനുഗ്രഹം തരും എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഞങ്ങളുടെ ഓഫീസിന്റെ പരിധിയിൽ ക്യാമ്പുകളൊക്കെ നടക്കുകയാണ്. ഇതിനു വേണ്ടി ഇന്ന് 7 മണിക്ക് ഞാൻ പുറപ്പെടും. അപ്പോൾ നാളെ ഞാൻ ചെന്നിട്ട് വേണം ഓഫീസ് തുറക്കാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാളെ 10 മണിക്ക് മുമ്പ് ഓഫീസ് എത്തിയേ പറ്റൂ. അപ്പോൾ ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ ഈ 4-ാം തീയതിക്ക് ശേഷമുള്ള ദിവസം എൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഷർട്ടിട്ട് ഭഗവാന്റെ മുന്നിൽ ചെന്ന ആളാണ് ഞാൻ. എന്തെങ്കിലും ഒരു വണ്ടി വന്ന് തട്ടിയാൽ എന്നെ സങ്കടപ്പെടുന്നവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നവരായിരിക്കും ചെറായി. എന്താണെന്നറിയോ, ധിക്കാരി ഭഗവാന്റെ മുമ്പിൽ ഷർട്ടിട്ട് കയറി ധിക്കാരം കാണിച്ചു. അവന് കിട്ടണം. അവൻ ആദ്യത്തെ ഇന്നിങ്സ് വീണു. ആദ്യ ആളുകൾ പറയും, കണ്ടില്ലേ ഷർട്ടിട്ട് നടന്ന് അവന് കിട്ടിയല്ലോ, അവൻ വലിയ നേതാവായിട്ട് ചെന്നാണ്, അവന് കിട്ടിക്കോളൂ എന്ന് പറയുള്ളൂ അല്ലേ. ഇതിന് ചെറായിക്കാരോട് കൂടുതൽ ഒന്നും ഗുരുവിനെ കുറിച്ച് പറയേണ്ടതില്ല എന്നൊരഭിപ്രായം എനിക്ക്. കാരണം നമ്മുടെ ഇവിടുത്തെ ആളുകൾ ഗുരുവിനോട് പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ഗുരു ചോദിച്ചു, എങ്ങനെ ഉത്സവം നടത്തും എന്നാണ് ചോദിച്ചത്. 1911 സമയമാണ് അല്ലേ. ഗുരുവിന് ചോദിച്ചു, എങ്ങനെ ഉത്സവം നടത്തും? നമ്മളെ കാരണന്മാര് എന്ത് പറഞ്ഞു? കരദണ്ഡി നടത്തും ഗുരു. മൂത്തുന്നത്തി എന്ന് ചോദിച്ചു. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയാകും. എന്താണ് അവസ്ഥ? എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു കൈയെങ്കിലും പോയി തെണ്ടി വാങ്ങിയില്ലെങ്കിൽ നമ്മളുടെ നടക്കില്ല. അത് ശ്രീനാരായണ ഗുരുദേവനെ അറിഞ്ഞു പൂജിച്ചാൽ, അറിഞ്ഞു ചോദിച്ചാൽ അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. മഹാരാജ് ശാഖായോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ വിനീഷ് അവർ യോഗത്തിന് മുഖ്യ പ്രഭാഷണം നടത്തിയ SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും എംപ്ലോയീസ് ഫോറത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ KP ഗോപാലകൃഷ്ണൻ അവർ, ശാഖായോഗത്തിന്റെ സെക്രട്ടറി ശ്രീ KP സന്തോഷ്, ശാഖയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കുടുംബയോഗത്തിന്റെ ജോയിന്റ് കൺവീനർ ശ്രീമതി സിന്ധു തിലകൻ, മറ്റേ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആശാസ്മാരക കുടുംബ യൂണിറ്റിന്റെ 26ാമത് വാർഷികം എന്നിവിടെ ചേരുമ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മകളിലേക്ക് നമ്മുടെ കൺവീനറായിരുന്ന ശ്രീമതി ലില്ലി സന്തോഷിന്റെ ഓർമ്മകളാണ് ഉയർന്നു വരുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബയോഗം ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ കൺവീനറായിരുന്ന നമ്മുടെയൊക്കെ സഹോദരി ശ്രീമതി ലില്ലി സന്തോഷ് എൻ്റെ ഓർമ്മകൾ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ അകാലമായ നിര്യാണത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ 26 വർഷം പിന്നിടുമ്പോൾ വലിയ ഒരു അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശാഖായോഗത്തിലെ ആശാസ്മാരക കുടുംബ യൂണിറ്റ് യോഗം ചേരുന്നത്. ഗുരുവിനെ കുറിച്ചു, ഗുരുവിൻ്റെ സംഘടനയായ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തെക്കുറിച്ചൊക്കെ ഒട്ടേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിവിധ യോഗങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറായിലെ ഒരു കുടുംബയോഗം ചേരുമ്പോൾ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ ഒരു ഭൂമി, സഹോദരൻ്റെ പ്രവർത്തന മണ്ഡലം, ഇതൊക്കെ നമുക്ക് ഊർജം പകരുന്ന ഒന്നാണ്. ചെറായി ഗൗരീശ്വര ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള ചുറ്റുപാടുകളുമൊക്കെ നമുക്കെല്ലാവർക്കും നേരിട്ടറിയാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ
ഗുരുവിനെ ഹൃദയത്തിലേറ്റിയിട്ടുള്ള ജനതയിൽ ഏറ്റവും മുഖ്യമായ സ്ഥാനം ചെറായിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയത വളരെ സവിസ്തരമായി KP ഗോപാലകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ മുതൽ ഏതാണ്ട് 36-ലധികം വരുന്ന പ്രതിഷ്ഠകളും ആ പ്രതിഷ്ഠകൾക്ക് ശേഷം ദേവീദേവന്മാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് എഴുതി തന്നതാണ് ഗുരുവിൻ്റെ സ്തോത്ര കവിതകൾ, ഗുരുവിൻ്റെ ദേവതാസ്തുതികൾ. ശ്രീകൃഷ്ണ ദർശനം മുതൽ ഹോമമന്ത്രം വരെയുള്ള ആ 33ഓളം സ്തോത്ര കവിതകൾ തീർച്ചയായും നമ്മളിൽ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതൊക്കെ നമ്മളിവിടെ പൂജ നടക്കുമ്പോഴും പ്രാർത്ഥന നടക്കുമ്പോഴും വളരെ നല്ല ഇണത്തിലൊക്കെ ചൊല്ലും. പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാരാംശത്തെക്കുറിച്ച്, നമ്മുടെ ഈ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ദാർശനിക കൃതികൾ 64-ലധികം വരുന്ന ഈ സ്തോത്ര കൃതികൾ ഉൾപ്പെടെ നിരവധിയായ കൃതികളെ സംബന്ധിച്ച് അതിൻ്റെ വിജ്ഞാനത്തിൻ്റെ സാഗരം നമുക്ക് തീർച്ചയായിട്ടും നുണയണം. എന്തിനേയും പരിഹരിക്കാനും എന്തിനേയും പ്രതിസന്ധികളെ മറികടക്കാനും ഒക്കെയുള്ള വലിയ ഒരു ഉയർച്ചയുള്ള ഗരിമയുള്ള ദർശനമായി ഒരു ദർശനം നിൽക്കുമ്പോൾ അതിനെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ തീർച്ചയായും ചെറിയ ക്ലാസ്സുകളിലൂടെ ഒരു പഠന വിഷയമാക്കേണ്ട ഒന്നാണ്. ഗുരുവിനെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ ചെറിയ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഗുരുവിൻ്റെ പടവും ചെറിയ ഒരു ഇതായിട്ടുണ്ടാവും. പക്ഷേ എല്ലാവരും പൊതു മീറ്റിങ്ങുകളിലൊക്കെ പറയുന്നത് ഗുരുവിനെ കണ്ട് പഠിച്ചാൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇന്നത്തെ പ്രതിസന്ധികളൊക്കെ മാറുമെന്നുള്ളതാണ്. 2 മിനിറ്റ് നേരം എഴുന്നേറ്റ് നിന്ന് മൗനമാചരിച്ചു. ശേഷം സ്വാഗതമായിരുന്നു. പതിവ് പോലെ തന്നെ അംഗങ്ങൾ കൃത്യമായി ലോൺ അടച്ചതിന് നന്ദിയും സന്തോഷവും അറിയിച്ചു. ആദ്യമായി അധ്യക്ഷനെ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ശ്രീ TG വിജയൻ അവരുടെയും വിശിഷ്ട സേവനത്തിനുള്ള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പക്കൽ നിന്നും പോലീസ് മെഡലിന് അർഹനായ ശ്രീ കീഴിലാണ് കുടുംബ യൂണിറ്റ്. അപ്പൊ നമ്മളുടെ ഒരു ചങ്ങല പോണ കണ്ടില്ല. നമ്മൾ SNDP യോഗത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് പോകുന്ന കീഴ്ഘടകമാണ് കുടുംബ യൂണിറ്റ്. അപ്പൊ നമ്മൾക്ക് ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം അനുസരിച്ച് ലില്ലി ചേച്ചി പ്രവർത്തിച്ചതിന്റെ പേരിൽ ഇന്നേ വരെ ഇന്ന് ഇവിടെ കടന്ന ഈ സംസാരത്തിൽ ഭയങ്കര സങ്കടമാണ്. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു അപസ്വരത്തിന് ഇട വന്നിട്ടില്ല. കാരണം എന്ത് കാര്യം സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും. കാരണം ഇതിന്റെ